5 ടീമുകൾ ഒരേ ഒരു പ്ലേ ഓഫ് സ്പോട്ട്. ചില ടീമുകൾക്ക് ഒരു മത്സരം മാത്രം ബാക്കി, മറ്റു ചിലർക്ക് 2 ബാക്കിയുണ്ട്. IPL 19-ാം പതിപ്പിൽ ഇനി ജീവൻ മരണ പോരാട്ട ദിവസങ്ങൾ. ഇന്നലെ ചെന്നൈയെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് 16 എന്ന മാന്ത്രിക സംഖ്യയിൽ തൊട്ടതോടെ 3-ാം സ്പോട്ടും ഫില്ലായിട്ടുണ്ട്. നേരത്തെ പഞ്ചാബിനെ തകർത്ത് ടോപ്പ് സ്പോട്ട് ഉറപ്പിച്ച ആദ്യ ടീമായി RCB മാറിയിരുന്നു. 2-ാം കിരീടം ലക്ഷ്യമിടുന്ന ഗുജറാത്താണ് മറ്റൊരു എൻട്രി. മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസും നേരത്തെ പുറത്തായതാണ്. പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവസാന സ്പോട്ടിലേക്ക് മുന്നേറാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 5 ടീമുകളും. ഏറ്റവും അവസാനത്തെ പ്ലേ ഓഫ് സാഹചര്യം എങ്ങനെയൊക്കെയാണ് പരിശോധിക്കാം. നിലവിൽ തലപ്പത്ത് തുടരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൽ നിന്ന് തന്നെ തുടങ്ങാം. 18 പോയിന്റുമായി ഒന്നാമത് നിൽക്കുന്ന നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു മത്സരമാണ്. എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഓറഞ്ച് ആർമിയെ തോൽപ്പിച്ചാൽ 20 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ചെറിയ മാർജിനിൽ മത്സരം തോറ്റാലും സാധ്യതകൾ മങ്ങില്ല. നിലവിൽ 1.065 ആണ് രജത് പട്ടീദാറിൻ്റെയും സംഘത്തിൻ്റെയും നെറ്റ് റൺ റേറ്റ്. അടുത്ത മാച്ചിൽ CSKക്കെതിരെ വൻ മാർജിനിൽ ഗുജറാത്ത് ടൈറ്റൻസ് വിജയിച്ചാൽ മാത്രമാകും അവർക്ക് 2-ാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരിക. അപ്പോഴും ടോപ്പ് 2 സുരക്ഷിതം തന്നെ. നിലവിൽ 16 പോയിന്റുമായി ഗുജറാത്തും ഹൈദരാബാദും 2ഉം 3ഉം സ്ഥാനങ്ങളിലുണ്ട്. നെറ്റ് റൺ റേറ്റിലെ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് ഗില്ലും സംഘവും ഒരുപടി മുന്നിൽ ഇരിപ്പുറപ്പിച്ചത്. 0.400 ഗുജറാത്തിൻ്റെ നെറ്റ് റൺ റേറ്റ്. CSKയുടെ ഒരു ഓവർ ബാക്കി നിൽക്കെ ജയം പിടിച്ചതോടെ ഹൈദരാബാദിൻ്റെ നെറ്റ് റൺ റേറ്റ് 0.350 ഉയർന്നിട്ടുണ്ട്. 2-ാം സ്ഥാനം ഉറപ്പിച്ച് തന്നെ ക്വാളിഫയർ കളിക്കാനാകും ഇരു ടീമുകളും താൽപ്പര്യപ്പെടുക. അടുത്ത മത്സരത്തിൽ RCBക്കെതിരെ ജയം സ്വന്തമാക്കാനായാൽ ടോപ്പ് 2വിലേക്ക് മുന്നേറാനും കമ്മിൻസിൻ്റെ സംഘത്തിനാകും. ഇതോടൊപ്പം ഗുജറാത്ത് ചെന്നൈയോട് തോൽക്കുകയും വേണം. ഇനി ഹൈദരാബാദ് RCBയോടും ഗുജറാത്ത് ചെന്നൈയോടും തോറ്റാൽ നിലവിലെ നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിൽ പോയിന്റ് ടേബിളിൽ തൽസ്ഥിതി തന്നെ തുടരാനാണ് സാധ്യത. ഇനി മറ്റൊരു സാധ്യത കൂടി ടോപ്പ് 2 സ്പോട്ടിലുണ്ട്. RCBയെ ഹൈദരാബാദ് തോൽപ്പിക്കുകയും ഗുജറാത്ത് ചെന്നൈക്കെതിരെ ജയിക്കുകയും ചെയ്താൽ പോയിന്റ് ടേബിളിലെ ആദ്യ 3 ടീമുകൾക്കും 18 പോയിന്റ് ആകും. നെറ്റ് റൺ റേറ്റ് ആക്കും ഇവിടെ ടോപ്പ് 2 സ്പോട്ട് തീരുമാനിക്കുക. ഇനി അവസാന പ്ലേ ഓഫ് സ്പോട്ടിനായി പൊരുതുന്ന ടീമുകളുടെ സാധ്യതകൾ നോക്കാം. ഇതിൽ രാജസ്ഥാൻ റോയൽസിനാണ് നിലവിൽ ഏറ്റവും സാധ്യതയുള്ളത്. റയാൻ പരാഗിനും സംഘത്തിനും ശേഷിക്കുന്നത് 2 മത്സരങ്ങളാണ്. എതിരാളികളോ ഇതിനകം പ്ലേ ഓഫ് കാണാതെ പുറത്തായ ലക്നൌവും മുംബൈയും. നിലവിൽ 12 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് മുൻ ചാമ്പ്യന്മാർ. അവസാന 8 മാച്ചിൽ 6ലും തോൽവി ഏറ്റുവാങ്ങിയ രാജസ്ഥാന് അടുത്ത 2 മത്സരം ജയിച്ചാൽ 16 പോയിന്റുമായി സ്പോട്ട് ഉറപ്പിക്കാനാകും. ഇനി 1-ൽ മാത്രമാണ് ജയിക്കുന്നതെങ്കിൽ മറ്റു ടീമുകളുടെ റിസൾട്ടാകും ക്രൂഷ്യലാകുക. പഞ്ചാബ്, CSK, ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾ തോൽക്കുകയും മുംബൈ കൊൽക്കത്തയെ തോൽപ്പിക്കുകയും ചെയ്താൽ രാജസ്ഥാന് സാധ്യത തെളിയും. സീസണിലെ ആദ്യ പകുതിയിൽ അൺബീറ്റണായി കുതിച്ച പഞ്ചാബ് കിങ്സ് ഏറ്റവും മോശം ഫോമിലാണിപ്പോൾ. ബാക്ക് ടു ബാക്ക് തോൽവികൾ. ടേബിളിൽ നിലവിൽ 4-ാം സ്ഥാനത്താണുള്ളതെങ്കിലും ലക്നൗ സൂപ്പർ ജയൻസിനെതിരായി അടുത്ത കളിയിൽ ജയിച്ചാലും പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കാൻ കാൽക്കുലേറ്റർ അടിക്കേണ്ടി വരുമെന്ന സ്ഥിതിയാണ്. നിലവിൽ അടുത്ത കളി ജയിച്ചാൽ 15 പോയിന്റുമായി ഫിനിഷ് ചെയ്യാൻ ശ്രേയസ് അയ്യർക്കും സംഘത്തിനുമാകും. 2 മത്സരം ബാക്കിയുള്ള രാജസ്ഥാൻ, കൊൽക്കത്ത എന്നീ ടീമുകളാണ് പഞ്ചാബിന് ഭീഷണി. അവസാന 2-ൽ 1-ലെങ്കിലും രാജസ്ഥാൻ തോൽക്കേണ്ടത് പഞ്ചാബിന് നിർണായകമാണ്. അതോടൊപ്പം KKR ഒരു മാച്ചിൽ തോൽക്കുകയോ ഇനി 2-ലും ജയിക്കുകയാണെങ്കിൽ ചെറിയ റൺ റേറ്റിൽ ജയിക്കുകയോ വേണം. ഇനി അടുത്ത മത്സരത്തിൽ ലക്നൌവിനോട് പഞ്ചാബ് തോൽക്കുകയാണെങ്കിലും നേരിയ സാധ്യത ബാക്കിയുണ്ട്. രാജസ്ഥാൻ 2 കളികളും തോൽക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതോടൊപ്പം ഡൽഹിയും ചെന്നൈയുമെല്ലാം പരാജയപ്പെടുകയും വേണം. ഹൈദരാബാദിനെതിരെ ചെപ്പോക്കിലുണ്ടായ തോൽവി ചെന്നൈയെ സംബന്ധിച്ച് വലിയ ആഘാതമായിരിക്കുന്നു. നിലവിൽ 12 പോയിന്റ് നിൽക്കുന്ന ചെന്നൈക്ക് അവസാന എവേ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസാണ് എതിരാളികൾ. ഇതിൽ ജയിക്കുന്നതോടൊപ്പം രാജസ്ഥാനും പഞ്ചാബും കൊൽക്കത്തയും തോൽക്കുകയും വേണം. കൊൽക്കത്തയ്ക്കെതിരെ ഇനി ഡൽഹി ക്യാപിറ്റൽസ് ജയിച്ചാലും ചെന്നൈക്ക് സാധ്യതയുണ്ട്. ഇരു ടീമുകൾക്കും 14 പോയിന്റ് ആകുമെങ്കിലും നിലവിലെ നെറ്റ് റൺ റേറ്റിൽ ചെന്നൈക്കാണ് സാധ്യത കൂടുതൽ. നിലവിൽ മൈനസിലാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നെറ്റ് റൺ റേറ്റ് 0.871. ഇതോടെ അടുത്ത മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ വൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമാകും ഡൽഹിക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ഇതിനു പുറമെ മറ്റു ടീമുകളുടെ മത്സരഫലവും അനുകൂലമാകണം. അവസാന മാച്ചിൽ ലക്നൌക്കെതിരെ പഞ്ചാബ് തോൽക്കേണ്ടത് ഡൽഹിക്ക് ക്രൂഷ്യലാണ്. ഇതോടൊപ്പം രാജസ്ഥാൻ ശേഷിക്കുന്ന 2 മത്സരങ്ങളും തോൽക്കണം. ഇനി 1-ൽ രാജസ്ഥാൻ ജയിച്ചാലും നെറ്റ് റൺ റേറ്റിൽ രാജസ്ഥാൻ തന്നെ കയറാനാണ് സാധ്യത. അവസാന മാച്ചിൽ ഗുജറാത്തിനെതിരെ CSK ജയിച്ചാലും ഡൽഹിക്ക് പണിയാണ്. അങ്ങനെ വന്നാൽ കൊൽക്കത്തയ്ക്കെതിരെ കൂറ്റൻ ജയം തന്നെ ഡൽഹിക്ക് സ്വന്തമാക്കേണ്ടി വരും. തുടക്കത്തിൽ തപ്പിത്തടഞ്ഞ കൊൽക്കത്ത 2-ാം പകുതിയിൽ സ്ട്രോങ് കംബാക്ക് നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. പോയിന്റ് ടേബിൾ പ്രവചനാതീതമാക്കിയതും കൊൽക്കത്തയുടെ ഈ പോരാട്ട വീര്യം തന്നെയായിരുന്നു. നിലവിൽ 11 പോയിന്റുമായി ടേബിളിൽ 8-ാം സ്ഥാനത്താണ് കൊൽക്കത്തയുടെ സ്ഥാനം. അവസാന 2 അംഗത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് എതിരാളികൾ. 2-ലും ജയിച്ചാൽ 15 പോയിന്റുമായി പ്രതീക്ഷ നിലനിർത്താൻ KKRനാകും.
8-ൽ നിന്ന് നേരെ 4-ലേക്ക് കുതിക്കാനുള്ള അവസരമാണ് കൊൽക്കത്തയ്ക്ക് ഒരുങ്ങുന്നത്. 15 പോയിന്റിൽ എത്തുന്നതോടൊപ്പം രാജസ്ഥാന്റെ തോൽവി ഉറപ്പാക്കേണ്ടതും KKRന് നിർണായകമാണ്. അവസാന മാച്ചിൽ ലക്നൌവിനെതിരെ പഞ്ചാബ് വിജയിച്ചാൽ നെറ്റ് റൺ റേറ്റ് ആകും 4-ാം സ്ഥാനക്കാരെ നിർണ്ണയിക്കുക. ഇനി അഥവാ പഞ്ചാബ് തോറ്റാൽ കൊൽക്കത്തയ്ക്ക് കാര്യങ്ങൾ ഈസിയാകും. ഇനി ഒരു കളി തോറ്റ് 13 പോയിന്റിലാണ് അജിങ്ക്യ രഹാനെയും സംഘവും ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടം അവസാനിപ്പിക്കുന്നതെങ്കിൽ മറ്റു ടീമുകളുടെ റിസൾട്ടായിരിക്കും സ്പോട്ട് തീരുമാനിക്കുക. അഥവാ ഓരോ ടീമിനും അതിനിർണായകമാണ് ഇനിയുള്ള മത്സരങ്ങൾ. ഓരോ ജയവും ടേബിളിൽ ചാഞ്ചാട്ടത്തിന് കാരണമാക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനകം പുറത്തായ ലക്നൌവും മുംബൈയും ആരുടെയൊക്കെ ചിരിയാകും മയക്കുക. ക്ലൈമാക്സ് ജയിച്ച് 4-ാം സ്പോട്ടിലേക്ക് ആരാകും എത്തുക? എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ?